പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഭൂമിയെയും ആകാശത്തെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞ മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വരാം. ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ മനോഹരമായ ഈ ഭൂമിയെയും ശുദ്ധവായുവിനെയും ജലസ്രോതസ്സുകളെയും സംരക്ഷിക്കുവാനും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുവാനുമായി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രകൃതി ദൈവത്തിൻ്റെ വരദാനമാണെന്ന തിരിച്ചറിവോടെ നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാം. ആദിയിൽ ദൈവം മനുഷ്യന് വസിക്കുവാൻ ഏദേൻ തോട്ടം നൽകുകയും അത് പരിപാലിക്കുവാൻ അവനെ ഏൽപ്പിക്കുകയും ചെയ്തത് നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടിയിലും അവിടുത്തെ സ്നേഹം അടങ്ങിയിരിക്കുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയെ ഒന്ന് നോക്കാം. പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ച ആ എളിയ ജീവിതം നമുക്ക് മാതൃകയാകട്ടെ. നമ്മൾ ഭൂമിയെ മുറിപ്പെടുത്തുമ്പോൾ അത് ദൈവഹൃദയത്തെയാണ് വേദനിപ്പിക്കുന്നത് എന്ന സത്യം നമുക്ക് ഓർക്കാം. മാതാവേ, ഞങ്ങൾക്ക് കുടിക്കുവാനുള്ള ശുദ്ധജലത്തിനും ശ്വസിക്കാനുള്ള വായുവിനും ഫലഭൂയിഷ്ഠമായ മണ്ണിനുമായി ഞങ്ങൾ നന്ദി പറയുന്നു. എന്നാൽ മനുഷ്യൻ്റെ സ്വാർത്ഥത മൂലം ഞങ്ങൾ പ്രകൃതിയെ ചൂഷണം ചെയ്തതിലും മലിനമാക്കിയതിലും ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. പുഴകളെ മലിനമാക്കിയതും കാടുകൾ വെട്ടി നശിപ്പിച്ചും ഞങ്ങൾ ചെയ്ത പാപങ്ങളെ ഓർത്ത് അനുതപിക്കുന്നു. ഭൂമിയെ വീണ്ടും പഴയ പച്ചപ്പിലേക്ക് തിരികെ കൊണ്ടുപോകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനോഭാവത്തിൽ നിന്ന് ലോകത്തെ മോചിപ്പിക്കണമേ. മാതാവേ, ഭയപ്പെടുത്തുന്ന മഴയിൽ നിന്നും പ്രളയത്തിൽ നിന്നും ഉരുൾപൊട്ടലുകളിൽ നിന്നും ഞങ്ങളുടെ നാടിനെ സംരക്ഷിക്കണമേ. കടൽക്ഷോഭം അനുഭവിക്കുന്ന തീരപ്രദേശങ്ങളിലുള്ളവർക്കും മലയോര മേഖലയിൽ ഭയത്തോടെ കഴിയുന്നവർക്കും അമ്മയുടെ പ്രത്യേക സംരക്ഷണം നൽകണമേ. ഭൂമി കുലുക്കം പോലെയുള്ള വൻ ആപത്തുകളിൽ നിന്ന് ലോകത്തെ താങ്ങി നിർത്തണമേ. പ്രകൃതിയുടെ മാറ്റങ്ങളെ മുൻകൂട്ടി കാണുവാനും കരുതിയിരിക്കുവാനും അധികാരികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും ജ്ഞാനം നൽകണമേ. ജീവനും സ്വത്തിനും നാശനഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മേ, ഞങ്ങളുടെ മക്കൾക്ക് ജീവിക്കുവാൻ യോഗ്യമായ ഒരു ഭൂമിയെ ബാക്കി വയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രകൃതിയെ സ്നേഹിക്കുവാനും ചെടികൾ നട്ടുപിടിപ്പിക്കുവാനും പരിസരം വൃത്തിയായി സൂക്ഷിക്കുവാനുമുള്ള ബോധ്യം കുഞ്ഞുങ്ങളിൽ വളർത്തണമേ. ആഗോളതാപനം പോലെയുള്ള ഭീഷണികളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കണമേ. കർഷകർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും ശക്തി നൽകണമേ. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സുന്ദരമായി നിലനിൽക്കട്ടെ. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മനോഹാരിത നിലനിർത്തുവാൻ ഞങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരായി മാറട്ടെ. കൃപാസന മാതാവേ, ഞങ്ങളുടെ നാടിനെ നീ സംരക്ഷിച്ചുകൊള്ളണമേ. ഇനി ഒരു വിപത്തും ഞങ്ങളുടെ പ്രകൃതിയെ തൊടാതിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും ദൈവത്തിൻ്റെ പരിപാലനയും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.